ഈ ഇന്റർവെല്ലിന്റെ ആ ഒരു ക്യാരക്ടർ എൻട്രി ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ട് കാണുമോ? അതിന്റെ ആ ഒരു ഷോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയും ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന പോലെയാണ്. എന്റെ ദൈവമേ, ജോർജ് കുട്ടി ഇനി എന്ത് ചെയ്യും? കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ വരുന്നത്. അപ്പം ആ സീക്വൻസ് ഫസ്റ്റ് കാണുമ്പോ മൈൻഡിലൂടെ പോയിട്ട് വരുന്നത് എന്തൊക്കെയായിരുന്നു? കാരണം ഇതിന് നമുക്ക് നമുക്ക് വേറൊരു ചുമതലയും കൂടി ഉണ്ടല്ലോ, വേറൊരു ഏരിയയും കൂടി ഇതിലേക്ക് വരുത്തേണ്ടതുണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഇങ്ങനെയല്ലാണ്ട് ഞാൻ വേറൊരു സംഭവം പറയാം. ഈ മ്യൂസിക് ചെയ്തു, ഇത് കണ്ട് ഞങ്ങൾ ചെയ്തു. ഇത് കഴിഞ്ഞ് ഞങ്ങള് വലിയ സ്ക്രീനിൽ ഇതിന്റെ പ്രിവ്യൂ ഇരിക്കുമ്പോ ജിത്തുവിന്റെ ആദ്യത്തെ കൺസേൺ, ദൈവം ഇത് പണി പാളൂ, ഇത്രയും നമ്മൾ കത്തിച്ച അതിന്റെ പണി കിട്ടും നമുക്ക്. ഞാൻ പറയാം, ആകെ കത്തിക്കാനുള്ള ഏറിയ ഇതാണ്, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കത്തിക്കാം എന്നുള്ള ലൈനിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പൊ ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഗസ് ചെയ്യും നമ്മൾ പുറത്തേക്ക് പോയത്. ശരിക്കും പറഞ്ഞ ശ്രദ്ധ തെറ്റിച്ചതാണത്. പുറത്ത് പോയി കഥ ഗസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോണ ആൾക്ക്. ഇപ്പൊ എന്നോട് പണ്ട് ജോൺസൺ മാസ്റ്റർ ഒക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മള് ഇന്റർവെല്ലിന് കാപ്പി പിടിക്കാൻ ഒരുത്തൻ പോവുകയാണെങ്കിൽ, നീ ത്രില്ലറാണ് ചെയ്യണമെങ്കിൽ അവന് മനസ്സമാധാനമായിട്ട് കാപ്പി പിടിക്കാൻ പറ്റരുത്. അവൻ എങ്ങനെയെങ്കിലും തിരിച്ച് തിയേറ്ററിൽ കയറണം. അവൻ അവിടെ നിന്ന് ഗസ് ചെയ്യരുത്. അവൻ പോയി അവിടെ നിന്ന് ഒരു സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ ഒരു കാപ്പിയെ കുടിച്ച് എന്തായിരിക്കും എന്നുള്ള ഗസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും. ഇത് ഭയങ്കര ശരിയാട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ വരുന്ന തിയേറ്ററിൽ ഈ കാപ്പി കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ട്. ഈ കാപ്പി അവിടെ പോയി മറിയാ, അങ്ങനെ അത് എന്തോ കാരണം കൊണ്ടാണ് ഈ വണ്ണിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് കുറെ പേര് കാപ്പി വാങ്ങിച്ചിട്ടില്ല. അതിന്റെ കാരണം കാരണം നമ്മൾ ആ എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വിടുമ്പോൾ ആൾക്കാർക്ക് എന്തായിരിക്കും എന്നുള്ള ആ ഒരു, അതായത് ഫസ്റ്റ് സീൻ മിസ് ചെയ്യുന്നുള്ള പരിപാടി ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ അതിന് ഈ ത്രില്ലർ സിനിമകളുടെ ഒരു മെറ്റഫർ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആ നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഗസ്സിന്ന് മാറ്റാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം മലയാളി എപ്പോഴും പാരലി കഥ പറയും. ഇപ്പം നമ്മളെല്ലാരും ചെയ്യൂലേ, പാരലി കഥ പറയും. അതെ അതെ, നമ്മളിങ്ങനെ നമ്മൾ സബ് പ്ലോട്ട്സ് നമ്മൾ ആലോചിച്ചു പോകും. ഇപ്പൊ ജിത്തുവിന്റെ ഏറ്റവും മിടുക്കെന്ന് പറഞ്ഞാൽ അത് തെറ്റിക്കുക എന്നുള്ളതാണ്. ലോസ്റ്റിൽ വർക്ക് ചെയ്ത ഒരു സംഭവം പറഞ്ഞു തരാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ എത്നിക് സാധനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാല് ഇന്റർനാഷണൽ ഓഡിയൻസ് ആണല്ലോ ഈ സാധനത്തിന്. അപ്പൊ ഈ സൗണ്ട് സ്കേപ്സ് ഡിഫറെന്റ് ടെറൈനെ ബേസ് ചെയ്ത് വേണം. അപ്പൊ ഈ സറിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ എലമെന്റ്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണം. അപ്പൊ അങ്ങനെ അവിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു കമ്പോസർ, ഇപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അവിടെ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന പുള്ളി വഴിയാണ് എനിക്ക് ആ സാധനം വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ പഠിച്ചു. ഇപ്പോഴത്തെ ബുഡാപെസ്റ്റ് ഓർക്കസ്ട്രയുടെ ഓണർ ഉണ്ട്, ബാലൻഡ് എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യും. അയ്യോ ഓർമ്മയില്ല, കുറച്ചുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഇത് ഇവര് ഇപ്പൊ കമ്പോസർ അല്ല ഹയർ ചെയ്യണം. കമ്പോസറിന്റെ അവിടെ ഒരു 10 മെയിൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, അവര് ഹയർ ചെയ്യണം നമ്മളൊക്കെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യണം. അറിഞ്ഞൂടാ. ഞാൻ ആക്ച്വലി എന്താ രസം അറിയാം, ഇപ്പൊ എനിക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ മെമ്മറീസ് ഞാൻ കണ്ടു, ചെയ്തു കഴിഞ്ഞു. പിന്നെ മെമ്മറീസ് രണ്ടാമത് കാണാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകളും ആ സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ കിട്ടുക. അതിന്റെ രോമാഞ്ചം അല്ല കിട്ടുക. അതായത് ഇത് നന്നാക്കരുത്, ഇത് ഭയങ്കര മോശമായി പോയി, ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഇപ്പൊ വീട്ടില് വൈഫൊക്കെ ഇരുന്ന് മെമ്മറീസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം അത് കാണുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ കുറെ ഹറിബറി വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. ഇപ്പൊ ഈ ദൃശ്യം 3 എനിക്ക് പേടിയാണ് പോയി കാണാനായിട്ട്. ദൃശ്യം 2 ആ ലാസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞാൽ പിന്നെ കാണില്ല. അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മളത് ഭയങ്കര ക്രിട്ടിക്കലി ആയിരിക്കും കാണുന്നത്. ഒരു ഓഡിയൻസിന്റെ ഇത് ആയിട്ട് എടുത്ത് കാണാൻ പറ്റില്ല. അപ്പൊ അതിന് മറ്റേ നമ്മൾ ചെയ്യാത്ത പടങ്ങൾ പോയി കാണുക എന്നുള്ളതാണ് ഓഡിയൻസ് ആയിട്ട്. ഈ ആളുകൾ ദൃശ്യം 4 പ്രതീക്ഷിക്കുന്നുണ്ട്, ദൃശ്യം 4 ഇന്നലെയൊക്കെ വിളിക്കുന്നുണ്ട് ആളുകള്. ശരി, അറിയില്ല. കാരണം ഈ പറഞ്ഞ ജിത്ത് എന്താ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ചെയ്യണ്ടോന്ന് തന്നെ നമുക്കറിയില്ല. ചെയ്താൽ തന്നെ അതെങ്ങനെയായിരിക്കും പറഞ്ഞൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ആ പുള്ളി കോൺക്രീറ്റ് അല്ലാതെ പുള്ളി സംസാരിക്കില്ല. അപ്പൊ പിന്നെ നമ്മള് അതിനെ എന്തായിരിക്കും നമ്മൾ ആലോചിക്കാതിരിക്കണം നല്ലത്. ഇതുപോലെ ഈ മെമ്മറീസിന് രണ്ടാം ഭാഗം ഉണ്ടോ നാടോട് ചോദിക്കാറുണ്ടോ? അതേ പറഞ്ഞ ജിത്തുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്
എടോ എൻഡെന്ന് പറയണ മൊമെന്റിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഓ ഓ ഓ ഓ. നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ ആലോചിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കൊരു കോൺക്രീറ്റ് രീതിയാണ് പുള്ളിയുടെ. എൻഡ് എന്ന് പറയുന്ന മൊമെന്റിലുള്ളൂ. ഇങ്ങനെ നമ്മളല്ലാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം ചിന്ത ഉണ്ടോ എന്നേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പുള്ളി പറയില്ല. പുള്ളി എപ്പോൾ പുള്ളിക്ക് കോൺക്രീറ്റ് ആവണം അപ്പോൾ നമ്മുടെ അടുത്ത് പറയും. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പലരും ഇപ്പൊ ഇളയരാജ സാറിനെ പറ്റി പറയും, ഹാൻസ് സിമ്മറിനെ പറ്റി പറയും. അങ്ങനെ സ്വന്തമായിട്ടൊരു റെഫറൻസ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് വിചാരിക്കുകയും ചെയ്യുന്ന പേഴ്സണലി വിചാരിക്കുന്ന ഒരു അനിൽ ജോൺസന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആരായിരിക്കും ഒരു മ്യൂസീഷ്യൻ? ഒരുപാട് കമ്പോസേഴ്സ് ഉണ്ട് ആക്ച്വലി. എനിക്ക് എന്നിയോ മോറിക്കോണെ ഭയങ്കര ഇഷ്ടമുള്ള കമ്പോസറാണ്. മറ്റേ മെലീന അതൊക്കെ ചെയ്ത് സിനിമ പാരഡൈസ്. പിന്നെ ജോൺ വില്യംസ് ഒരു വലിയ സംഭവം. മറ്റേ ഞാൻ ഇന്റർനാഷണൽ മ്യൂസീഷ്യൻസ് പറഞ്ഞ മറ്റേ സാം മെൻഡസിന്റെ ചില ഒരു കമ്പോസറുണ്ട്, തോമസ് ന്യൂമാൻ. പുള്ളി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അങ്ങനെ കുറേ കമ്പോസേഴ്സ് ഉണ്ട്. അത് ഓരോ സാധനങ്ങൾ ചെയ്യണനുസരിച്ചാണ്. അപ്പോൾ ഇമോഷണൽ സാധനങ്ങൾ ഞാൻ കൂടുതലും മോറിക്കോണെ ഭയങ്കരമായിട്ട്, ജോൺ വില്യംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോൺസൺ മാസ്റ്റർ അടക്കില്ലേ, ജോൺസൺ മാസ്റ്റർ, റഹ്മാൻ, എ ആർ റഹ്മാൻ അച്ഛൻ, ആർ കെ ശേഖർ, അങ്ങനെ മദൻ മോഹൻ, രാജസാറ്, ഇവരൊക്കെ ആക്ച്വലി നമ്മൾ കേട്ട് വളർന്നു തന്നെ ഭയങ്കര നമ്മുടെ മ്യൂസിക് ഭയങ്കര റിച്ചാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഏർലി 70s കിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രാൻസിഷനിൽ ജനിച്ചേക്കുന്ന ആൾക്കാരെ കണ്ടമാനം മ്യൂസിക് കണ്ടിട്ടുണ്ട്. ആർ ഡി ബർമനും ഇവരെല്ലാവരും നമ്മളിങ്ങനെ രാജാ സാറിൻ്റെ ലൈവ് ഷോസും ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ട്. പിന്നെ ഈ പറഞ്ഞത് എല്ലാ പിള്ളേരും പോലെ ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെന്നൈക്ക് അസിസ്റ്റൻ്റ് വണ്ടി കയറിയ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്കിതൊക്കെ കാണുക, കേൾക്കുക, എന്തൊക്കെയാണ് പരിപാടികൾ. ഇപ്പോൾ രാജാ സാർ എന്ന് പറഞ്ഞാൽ ആളുടെ മ്യൂസിക്കാണ് നമ്മൾ. രാജാ സാർ എന്നുള്ള വ്യക്തിയല്ല നമ്മൾ. പക്ഷേ ജോൺസൺ മാസ്റ്ററിൻ്റെ മ്യൂസിക് നമുക്ക് തന്നെ ഒരു പരിപാടിയുണ്ട്. അത് മിനിമലിസം. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടം, ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഐക്കണായിട്ട് ഞാൻ വെക്കുന്നത് ജോൺസൺ മാസ്റ്ററിനാണ്. കാരണം മിനിമലാണ് പുള്ളി. ഈ പറഞ്ഞ മറ്റേ ഇങ്ങനെ മാസ് കളിയല്ല. പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് മറ്റേ ഇതിൻ്റെ ഫിയറിൻ്റെ അൾട്ടിമേറ്റ് സൈലൻസ് ആണ്. ഒരു സൈലൻസ് കഴിഞ്ഞിട്ട് എന്ത് സാധനം നീ ആലോചിക്കാൻ പോകുള്ളൂ. ഇപ്പോൾ ദൃശ്യം 3 കൊന്ന് ആ പറഞ്ഞ ഒരു ഡയലോഗില്ലേ, അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സൈലൻസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് കഴിഞ്ഞാൽ ഒരു സൈലൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം ഇതിന്റെ ഒരു സൈലൻസ് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. കാരണം അവിടെ അയാളുടെ മനസ്സിൽ എന്താണ് പൊങ്ങി വരുന്നതെന്നുള്ളതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ബ്ലാങ്ക് ആവും. ഞാനവിടെ മ്യൂസിക് കിട്ടണമെങ്കിൽ ആൾക്കാർ ഇയാൾ ഇതായിരിക്കും ചിന്തിക്കണമെന്ന് വരും. നേരെ മറിച്ച് നമ്മൾ അവരെ ഗസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സൈലൻസ് ഒന്നുമില്ല. എന്തുകൊണ്ടുവരാന്നുള്ളൊരു തോന്നൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യണത്. ഇനിയും ദൃശ്യത്തിന്റെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാൻ സാധിക്കട്ടെ. അത് വലിയ പ്രഷറാണെന്ന് അറിയാമെന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഈ ഇന്റർവ്യൂകളിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ടെക്നീഷ്യൻസ് അതിൻ്റെ പേരിൽ നമുക്ക് നമ്മളും ക്രിയേറ്റീവ് ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ വേറെ ഇങ്ങനത്തെ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ല. അത് ആ മൊമെന്റിൽ ചെയ്യണോണ്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർവ്യൂകളിൽ നിന്ന് വിട്ടു നിൽക്കണതിൻ്റെ ഇപ്പം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ രസമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇനി കുറച്ചുകൂടി ആളുകൾ മുഖം അറിയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അയ്യോ, നേരത്തിന് ഒരുപാട് നന്ദി. അവസാനമായിട്ട് വീണ്ടും കൺഗ്രാജുലേഷൻസ് ഓൺ ദൃശ്യം. താങ്ക് യു സോ മച്ച്.